ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചനം മന്നയായി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് തന്ന ആയുസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം എത്ര സുഖകരമായി ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. പ്രഭാതകാലത്തിൽ മഞ്ഞുപോലെ പെയ്യുന്നതായ ആ മന്നായുടെ അനുഭവം പ്രാപിക്കുവാൻ നമ്മെ ഒരുക്കിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്ന് മന്നയായി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാമത്തെ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് വായിക്കാം. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലതെന്ന് വയ്പ്പിൻ, അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വയ്പ്പിൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ അറിയുന്നത്. കർത്താവിൻ്റെ അതിപ്രശസ്തമായ ഒരു ഉപമയാണ്, പരീശന്മാർക്ക് ബോധം വരുത്തുവാൻ തക്കവണ്ണം ദൈവം നൽകിയ, കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് ഇവിടെ പ്രതിപാദ്യമായി തന്നിരിക്കുന്നത്. ഇന്നത്തെ മന്നയുടെ വിഷയം ഫലമാണ്, ആരോഗ്യമാണോ രോഗമാണോ നമുക്ക് നൽകുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരമായാലും നമ്മൾ പറയുന്ന വാക്കുകളായാലും നമ്മളുടെ പ്രവൃത്തികളായാലും ആ ഫലത്തെ ഉളവാക്കുന്നു അല്ലെങ്കിൽ ഫലത്തെ വെളിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം ഫലത്തെ വെളിപ്പെടുത്തണമെങ്കിൽ ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് അറിയുന്നത് പോലെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നു എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. നമ്മൾ ഈ ലോകത്തിലേക്കൊന്ന് നോക്കുമ്പോൾ, ഈ തലമുറയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് പായിക്കുകയാണെങ്കിൽ, ചിട്ടയില്ലാത്ത ഒരു തലമുറയിലൂടെ സഞ്ചരിക്കുന്നതായ ഒരു ലോകമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാഭ്യാസം അങ്ങേ അറ്റത്ത് വരെ കിട്ടത്തക്ക വിധത്തിൽ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം പെരുകുന്നുണ്ട്. നല്ല ചികിത്സകൾ കിട്ടുവാൻ ഇഷ്ടംപോലെ ആശുപത്രികൾ പെരുകുന്നുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും വളരെ ഹൈടെക് സ്കൂളുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുള്ളപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ കുഞ്ഞുങ്ങൾ ചിട്ടയില്ലാത്ത ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്ന് വെളിപ്പെടുമ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ വചനത്തിൻ്റെ ആ ആഴവും പ്രസക്തിയും എത്ര വിലയേറിയതാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഏദൻ തോട്ടത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് പായിക്കുകയാണെങ്കിൽ, ആദ്യം മാതാപിതാക്കളായ ആദമും ഹവ്വയും ദൈവം ഒരു രോഗമോ ഒരു പ്രയാസമോ ഒന്നും കൂടാതെ സമ്പൂർണമായിട്ട് സൃഷ്ടിച്ചവരായിരുന്നു. അവര് സൗന്ദര്യത്തിലും പൊക്കത്തിലും എല്ലാം സമ്പൂർണരായിരുന്നു. കുലീനത അവരെ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത്രമാത്രം കുലീനതയോടുകൂടി ആഠിത്യത്തോടുകൂടിയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും അവരുടെ തീരുമാനം അവരെ എന്ത് ചെയ്തു? ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വ്യക്തിത്വ വികാസത്തിലേക്ക് പോകുന്നതിന് പകരം വ്യക്തിഹത്യയിലേക്ക് പോകുന്ന ഒരു അനുഭവം നമ്മൾ അവിടെ കാണുകയാണ്. അതുകൊണ്ട് ആ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യൻ പൊതുവെ വർജനരാഹിത്യം എന്ത് ചെയ്തു? എല്ലാ രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാത്താന് പെട്ടെന്ന് വശീകരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വങ്ങളായി തീരുന്ന മനുഷ്യകുലത്തെയാണ് പിന്നീട് നമുക്ക് ആ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഫലം എന്തായിരുന്നു? തിക്തമായ ഫലങ്ങളാണ് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ. 10 തലമുറ കഴിയുമ്പോൾ എന്താണ്? ആ സാത്താനാൽ വഞ്ചിതരായ ആ തലമുറ മുഴുവനും വഷളത്വത്തിന്റെ ഉദാഹരണങ്ങളായി അവരിൽ കൃപ ലഭിക്കുവാൻ പ്രാപ്തരായ ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ് ദൈവം കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ 10ാമത്തെ തലമുറയിലെ നോഹ ദൈവത്തോടൊത്ത് കഴിയുവാൻ തക്കവണ്ണം തീരുമാനിച്ചത് കൊണ്ടാണ് ആ വ്യക്തിത്വം അങ്ങനെ നിഴലിക്കുന്നത്. എന്നാൽ മനുഷ്യവർഗത്തിന് നിശ്ചയിച്ച ആ ഭക്ഷണ രീതി നോഹയ്ക്ക് ശേഷം മാറുകയുണ്ടായി, പ്രളയത്തിന് ശേഷം മാറുകയുണ്ടായി. ആ ഒരു ഭക്ഷണക്രമം വന്നതോടുകൂടി മൃഗഭക്ഷണം ദൈവം അന്ന് അനുവദിച്ചതോടുകൂടി മനുഷ്യവർഗം ശാരീരികമായിട്ടും മാനസികമായിട്ടും ധാർമ്മികമായിട്ടും ക്ഷയിച്ചു പോകുന്ന അനുഭവമാണ് പിന്നീടുള്ള തലമുറയിലെല്ലാം അധപതനത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പരസ്യമായി ലംഘിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന ഭക്ഷണ രീതികളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇവിടെ പ്രധാനപ്പെട്ടത് വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് കർത്താവ് പറയുമ്പോൾ ആ നിയമങ്ങൾ കയ്യിലുള്ളതായ പരീശവർഗം അവരുടെ അന്തരംഗം എത്രമാത്രം ദൂഷിച്ചതാണ്, അവരുടെ ചിന്തകൾ എത്രമാത്രം ദൂഷിച്ചതാണ്, അവരുടെ
അവരുടെ ജീവിതം അത് കാണിക്കുകയാണ്. അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നും ഒക്കെ കർത്താവ് വളരെ ശക്തമായ ഭാഷയിൽ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് ഇവിടെ അതിന് ഉദാഹരണമായിട്ട് ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ ഫലം മോശമാണെങ്കിൽ ആ വൃക്ഷവും മോശമാണ്. അത് കയ്പിൽ നിന്ന് കയ്പ് മാത്രമേ ഉളവാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതായ ഒരു ചിന്ത അവിടെ മനുഷ്യവർഗത്തിന് നൽകിക്കൊടുക്കുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണുകയാണ്. ഇവിടെ ഇന്നത്തെ കാലത്ത് പ്രസക്തമായ ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മളുടെ ഭക്ഷണവും ആകുലതകളും ഒക്കെ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? മനുഷ്യനൊരു സ്ഥിരതയില്ലാത്ത പോക്ക് പോകുന്ന അനുഭവമാണ്, രോഗികളായി തീരുന്ന അനുഭവമാണ്, മിതത്വമില്ലാത്തൊരു ജീവിതമാണ്, വർജനമില്ലാത്തൊരു ജീവിതമാണ്, വ്യായാമമില്ലാത്തൊരു ജീവിതമാണ്. ഇതൊക്കെ കൊണ്ടെന്താണ്? വലിയ വലിയ രോഗം വന്ന് ഭവിച്ചിട്ട് അവർ പെട്ടെന്ന് മാറ്റപ്പെടുന്ന ഒരു അനുഭവം പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസക്തി നമ്മെ മിതത്വമുള്ളവരും അടുക്കും ചിട്ടയും ഉള്ളവരും നമ്മളെ നല്ല വ്യക്തിത്വത്തിന് ഉടമകളുമാക്കുവാൻ തക്കവണ്ണം കർത്താവ് നാം ആകുന്ന വൃക്ഷം നമ്മുടെ ഫലം എങ്ങനെയാണ് പുറപ്പെടുവിക്കുന്നത്, നമ്മുടെ ഉള്ളങ്ങള് എങ്ങനെയാണ് നമ്മുടെ വാക്കുകളായിട്ട് വരുന്നത് എന്നൊന്ന് ചിന്തിക്കാനാണ് ഈ പ്രഭാതത്തിൽ നമ്മെ ഈ വചനത്തിലേക്ക് നടത്തുന്നത്. ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് അവരുടെ വാക്കുകളുടെ ആ സംയോജനമാണ്. അവരുടെ ഹൃദയത്തിനകത്ത് എന്താണ് ഇരിക്കുന്നതെന്ന് അറിയുന്നത് അവരുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ ഇടപാടുകളിലൂടെയാണ് അവരുടെ സത്യസന്ധത നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതായ വാക്കുകൾ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണോ എന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഭക്ഷണവും നമ്മുടെ ക്രമീകൃതമായ ജീവിത ശൈലികളും ചിട്ടയായ ജീവിത ചര്യകളും വ്യായാമത്തോടുകൂടി നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്ന, ആരോഗ്യപ്പെടുത്തുന്ന, മനസ്സിനെ കുളിർമയുള്ളതാക്കുന്ന, ഉന്മേഷം പകരുന്നതായ ഒരു നല്ല ജീവിത രീതി ചിട്ടപ്പെടുത്തി ആ വർജനത്തോടുകൂടി അല്ലെങ്കിൽ നമ്മൾ മിതത്വത്തോടുകൂടി ദൈവഭക്തിയുള്ളവരായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചനം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ് ഒരു ദൈവ പൈതലാണോ, അല്ലെങ്കിൽ നാം എവിടെയൊക്കെ നാം മരണത്തിലേക്കാണോ പോകുന്നത്, നിത്യതയ്ക്ക് അവകാശികളാണോ എന്ന് ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ തക്കവണ്ണം കർത്താവ് കൽപ്പിച്ചിരിക്കുന്നതായ, കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നതായ നല്ല ആലോചനകളെ പിന്തുടരാം. കർത്താവിനെ പോലെ ആയിത്തീരുവാൻ നമ്മെ സഹായിക്കുന്ന വചനങ്ങളാൽ ദൈവത്തിന് സമ്പുഷ്ടമായ ഒരു ജീവിതം ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വചനത്തിൽ നിന്ന് നിൽക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകൃതമാക്കി തീർക്കുവാൻ, ഞങ്ങളെ ചിട്ടയുള്ളവരും ദൈവമേ ഞങ്ങളെ കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് നടത്തപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ തരുന്ന വചനങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഞങ്ങളാകുന്ന വ്യക്തികൾ, ഞങ്ങളുടെ ഫലങ്ങൾ എന്താണ്, ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും ഞങ്ങളുടെ ജീവിത രീതിയിൽ വരുന്ന ചിട്ടകളുമൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയുള്ളതാണോ എന്ന് ശോധന കഴിക്കുവാൻ ഈ പ്രഭാതത്തിൽ തന്ന നല്ല വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം അത് ഞങ്ങളെ പ്രകാശിപ്പിക്കുവാനും മറ്റുള്ളവരെ ആ പ്രകാശത്തിലേക്ക് ആനയിക്കുവാനും സഹായിക്കുന്ന വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രദ്ധിച്ച എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ അതിശയപ്പെട്ട കരത്താൽ ഇന്നത്തെ ദിവസം മുഴുവനും അവിടുത്തെ ചിറകടിയിൽ ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ, ഞങ്ങൾക്ക് മറയൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുവാൻ അടിയങ്ങളെ സഹായിച്ചൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം, കഷ്ടം, പ്രയാസം, പലതരമായ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവരോട് അവിടുത്തെ കരുണ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തലമുറയിൽ ദൈവമേ ആ കർത്താവ് വരുമെന്ന വാഗ്ദത്തം ഉള്ളതുകൊണ്ട് ആ വാഗ്ദത്തത്തിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിൽ മറയ്ക്കണമേ, വരവിനായിട്ട് ഒരുക്കണമേ. മാനവും മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.